ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഗും ഗുരുഭ്യോ നമഃ. ഗം ഗണപതയേ നമഃ. സം സരസ്വത്യൈ നമഃ. ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന കഥ ശ്രീകൃഷ്ണാവതാരം. ശ്രീമദ് ഭാഗവതത്തിലെ കഥയാണ് ശ്രീകൃഷ്ണാവതാര കഥ. അതാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. ദേവാസുര യുദ്ധത്തിൽ മരിച്ച അസുരന്മാരൊക്കെ ദുഷ്ടന്മാരായിട്ട് ഭൂമിയിൽ ജനിച്ചു. അതുകൊണ്ട് തന്നെ ഭൂമിക്ക് താങ്ങാനാവാത്ത ഭാരമുണ്ടായി. ഭൂമിദേവി ഗോരൂപം സ്വീകരിച്ചു. അങ്ങനെ ബ്രഹ്മാവിനോടുകൂടി സങ്കടം പറഞ്ഞു. ആരോടാണ് സങ്കടം പറയേണ്ടതെന്ന് അറിയില്ലേ? അപ്പോൾ സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് തന്നെ ആവട്ടെ എന്ന് കരുതി ആദ്യം തന്നെ ബ്രഹ്മാവിനോട് സങ്കടം ഉണർത്തിച്ചു. ബ്രഹ്മാവ് ശിവനെയും കൂട്ടിയിട്ട് വൈകുണ്ഠത്തിലെത്തി. അവരുടെ സങ്കടമൊക്കെ ഭഗവാനോട് ഉണർത്തിച്ചു. അപ്പോൾ വിഷ്ണു ഭഗവാൻ പറഞ്ഞു, ഭൂഭാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വസുദേവപുത്രനായി അവതരിക്കുന്നുണ്ട്. മായാദേവി അമ്പാടിയിൽ നന്ദഗോപരുടെ മകളായിട്ടും ജനിക്കും. എൻ്റെ ജ്യേഷ്ഠനായിട്ട് അനന്തൻ ജനിക്കും. ഗോപന്മാരായും യാദവന്മാരായും ഗോപസ്ത്രീകളായും ദേവസമൂഹവും എന്നെ സഹായിക്കാൻ അവിടെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ശൂരസേനൻ്റെ മകനായ വസുദേവർ അതീവ വിഷ്ണുഭക്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥാനങ്ങളൊക്കെ ഉഗ്രസേനൻ്റെ മകൻ കംസൻ കൈയടക്കി വെച്ചു. വസുദേവൻ എതിർത്തില്ല. ദേവകൻ്റെ ഇളയ മകളായ ദേവകിയെ ആർഭാടായിട്ട് വസുദേവർക്ക് വിവാഹം ചെയ്ത് കൊടുത്തു. ആടയാഭരണങ്ങൾ, പാത്രങ്ങൾ, പശുക്കൾ, ധാരാളം തേരുകൾ, പടയാളുകൾ, ദാസിമാർ എല്ലാം ഉണ്ടായിരുന്നു. വധൂവരന്മാർക്ക് സഞ്ചരിക്കാൻ പ്രത്യേകമായിട്ടുള്ള ഒരു തേരും ഒരുക്കിയിരുന്നു. അങ്ങനെ സഹോദരിയുടെ തേര് തെളിക്കാൻ സഹോദരനായ കംസൻ തന്നെ മുമ്പിൽ തയ്യാറായി വന്നു നിന്നു. അങ്ങനെ വിവാഹ ആഘോഷയാത്ര മുന്നോട്ടങ്ങനെ നീങ്ങിക്കൊണ്ടിരുന്നു. ആ സമയത്ത് ഒരശരീരി കേട്ടു, നിന്റെ സഹോദരിയായ ഇവള് പ്രസവിച്ചുണ്ടാവുന്ന 8ാമത്തെ പുത്രൻ നിന്നെ കൊല്ലും. അവനെ ജയിക്കാൻ നിനക്കൊട്ടാവൂല്ല. ഇത് കേട്ട കംസൻ കോപിച്ച്, ഈ സഭയിൽ വെച്ച് തന്നെ ഞാനിവളെ നിഗ്രഹിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു അറിയോ? ചമ്മട്ടി അങ്ങോട്ട് താഴെ വെച്ചിട്ട് വലതു കൈയിൽ വാളെടുത്തു. ഇടതു കൈ കൊണ്ട് സഹോദരിയുടെ മുടി അങ്ങോട്ട് ചുറ്റി പിടിച്ചു. കഴുത്ത് വെട്ടാൻ ഓങ്ങിയപ്പോഴേക്കും വസുദേവർ അവിടെ വന്ന് വാൾ പിടിച്ചു വാങ്ങിയിട്ട് പറഞ്ഞു, എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന കംസരാജാവായ അങ്ങ് ഇപ്പോൾ ഇത് ചെയ്യാൻ എന്താണ് കാരണം? പെൺകൊല ചെയ്ത് അങ്ങ് നാണക്കേട് ഉണ്ടാക്കരുത്. ഇപ്പം നല്ല പ്രശസ്തിയാണ് കംസരാജാവിനെ, അതില്ലാതെ ആക്കരുത്. ഇവളെ ഇപ്പോൾ നശിപ്പിച്ചാലും അങ്ങയ്ക്ക് നാശം ഉണ്ടാവില്ല എന്നുണ്ടോ? മരണം ജനിച്ചാണ്ടായിരിക്കും, അതിന് സംശയമില്ല അല്ലേ? ജനിച്ചാൽ മരണം ഉറപ്പല്ലേ? അപ്പോൾ ചിലപ്പോൾ ജനിച്ചാൽ അപ്പം തന്നെ മരിക്കുന്നുണ്ടവരുണ്ട് ഇല്ലേ? ചിലപ്പോഴോ മധ്യവയസ്സ് വരെ മരിക്കാതിരിക്കുന്നു. എന്നാൽ ചിലരായിട്ട് വൃദ്ധരായിട്ട് മരിക്കുന്നു. അമ്മയുടെ വയറ്റിൽ ഉടലെടുക്കുമ്പോൾ തന്നെ മരണം നിശ്ചയിക്കപ്പെടുന്നതാണ്. അത് ലോക നിയമ.
അവനവൻ ചെയ്യുന്ന പുണ്യകർമ്മങ്ങളും പാപങ്ങളും മാത്രമാണ് അവനവന് തുണയാവുക. ദേഹമില്ലാതെ ദേഹിക്ക് നിലനിൽക്കാനാവില്ലല്ലോ. ചെയ്യുന്ന പ്രവർത്തിക്കനുസരിച്ച് വീണ്ടും പുതിയ ശരീരങ്ങളെ സ്വീകരിക്കുകയും ചെയ്യും. കഴിഞ്ഞ ജന്മത്തിൽ ഉണ്ടായ കാര്യങ്ങൾ മായാവശാൽ ഓർക്കാതാവും. നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഉറക്കത്തിൽ കണ്ടത് ഉണരുമ്പോൾ കാണാറില്ലല്ലോ. മരണവും ഉറക്കവും ഒരുപോലെയാണ്. പഞ്ചഭൂതാത്മകമായ നമ്മുടെയൊക്കെ ഈ ദേഹത്തിൽ ദേഹികൾ അഹങ്കരിക്കും അല്ലേ? എന്നാൽ പരമാത്മാവിനെ അറിഞ്ഞാൽ മോക്ഷം കിട്ടും. ഇതിനെല്ലാം മൂലം എന്താ അറിയോ? നമ്മുടെയൊക്കെ മനസ്സാണ്. ജീവാത്മാവും പരമാത്മാവും ഒന്നു തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. പ്രകാശസ്വഭാവത്തോടു കൂടിയ ലോകം നിറഞ്ഞു നിൽക്കുന്ന പരബ്രഹ്മമാകുന്ന സമുദ്രത്തിലെ ഗുണങ്ങൾ പ്രതിബിംബിക്കുമ്പോൾ ഭേദം ഉണ്ടോ? അത് നമുക്കൊരു തോന്നലാണ്, ഒരിക്കലും ഉണ്ടാവണില്ല. നമുക്ക് തോന്നുകയാണ്. അല്പജ്ഞന്മാരെ പോലെ മായയിൽ ഭ്രമിക്കാതെ ഇരിക്കണം. അവൾ പേടിച്ച് നിലവിളിച്ചു. തന്നെ കൊല്ലാൻ മുടി പിടിച്ച് കംസനെ നല്ല പോലെ അറിയാം. ആങ്ങളയെ നല്ല പോലെ പെങ്ങൾക്കറിയേ. ഒന്ന് വിചാരിച്ചാൽ അത് ചെയ്തിരിക്കും. അങ്ങനെ പേടിച്ച് അവൾ നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാത്സല്യം നിറഞ്ഞ ഇവളോട് ഇങ്ങനെ കോപം വരാൻ എന്താണ് കാരണം എന്ന് വസുദേവർ ചോദിക്കുകയാണ്. കല്യാണം മംഗളായി, അതുമാത്രമല്ല ആഘോഷമായി. ഇനി എന്താണ് വേണ്ടതെന്ന് ആലോചിക്കാം അല്ലേ? അത്രയും തൃപ്തിയായിട്ടാണ് കല്യാണം കഴിച്ചു കൊടുത്ത്. എന്നാൽ ഈ പറഞ്ഞതൊന്നും കംസനിൽ ഒരു ചലനം ഉണ്ടാക്കിയില്ല. ഇവളെ വിടുവിച്ചെടുക്കാൻ, മരണത്തിൽ നിന്ന് വിടുവിച്ചെടുക്കണമല്ലോ. അപ്പം എന്താണിതിന് ഒരു മാർഗം എന്ന് കുറച്ചു നേരം ചിന്തിച്ചു നിൽക്കാനുള്ള സമയമൊന്നുമില്ലേ. വീണ്ടും പറഞ്ഞു വസുദേവര്, ഇവൾ അങ്ങയെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അശരീരി കേട്ടു, ശരി, സത്യാവും ചെയ്യും. പക്ഷെ ഇവളാണ് അങ്ങയെ കൊല്ലുക എന്ന് പറഞ്ഞിട്ടില്ല. ഇവൾ പ്രസവിച്ചുണ്ടാവണ 8ാമത്തെ പുത്രനല്ലേ കൊല്ലും എന്ന് പറഞ്ഞത്. അങ്ങയുടെ സഹോദരി പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ അപ്പോൾ തന്നെ അങ്ങയ്ക്ക് തന്നുകൊള്ളാം. ഇത് കേട്ടപ്പോൾ കംസന്റെ കോപത്തിന് അല്പം ഒരു ശമനമുണ്ടായി. സഹോദരിയോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, തൻ്റെ ജീവനാണല്ലോ ഏറ്റവും പ്രധാനം. അങ്ങനെ സഹോദരിയുടെ പിടിവിട്ട് സിംഹത്തിൻ്റെ വായിൽ നിന്ന് വീണ മാൻകുട്ടിയെ പോലെ എന്ന പോലെ അവളെ തേരിലെടുത്ത് പരിവാരങ്ങളോടെ സ്വപുരത്തിലെത്തി വസുദേവര്. യഥാകാലം ദേവകി ഒരു കുഞ്ഞിനെ പ്രസവിച്ചു, നിറഞ്ഞ ദുഃഖത്തോടെ. എന്നാൽ സത്യസന്ധനായ വസുദേവരെ കുഞ്ഞിനെയും എടുത്ത് കംസന്റെ മുമ്പിൽ ചെന്നു. കംസൻ പറഞ്ഞു, ഇവനെ ഞാൻ കൊല്ലണില്ല. 8ാമത്തെ പുത്രനല്ലേ തനിക്ക് നാശം വരുത്തുന്നു പറഞ്ഞത്, അവനെ തന്നാ മതി എന്ന് പറഞ്ഞു. ഇത് കേട്ട വസുദേവർക്ക് സന്തോഷമായി. സന്തോഷത്തോടെ വസുദേവര് കുട്ടിയെയും കൊണ്ട് തിരിച്ചു പോയി ദേവകിയുടെ അടുത്ത് കടത്തി കൊടുത്തു. കീർത്തിമാൻ എന്ന് പേരുവിട്ടു. അവർ കുട്ടിയെ അങ്ങനെ വളർത്തി. ഒരു ദിവസം നാരദർ കംസന്റെ രാജധാനിയിൽ ചെന്നു. ഇന്ദ്രസഭയിൽ നിന്ന് നിന്റെ കീർത്തിയെക്കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ട് നിന്നെ കാണാൻ വന്നതാണ് എന്ന് പറഞ്ഞു. മഹർഷിമാരങ്ങനെ സാധാരണഗതിയിലൊന്നും വരാറില്ലേ. അപ്പം അത്രയും കീർത്തിമാനാണ്. അതുകൊണ്ടാണ് നാരദര് കംസനെ കാണാൻ വന്നതേ. നീയും നിന്റെ ബന്ധുക്കളും ദാനവന്മാരാണ് എന്ന് അറിയാലോ. വാസുദേവരും യദുക്കളെല്ലാം ദേവന്മാരുമാണ്. നിന്റെ വൈരികളാണ്, അത് നീ മറന്നുല്ലേ. ഭൂഭാരം അവസാനിപ്പിക്കാൻ അധികം താമസിയാതെ വിഷ്ണു
യാദവകുലത്തിൽ ജനിക്കും. അപ്പോൾ ഈ നാരദർ ത്രികാലജ്ഞാനിയാണേ. കഴിഞ്ഞതും ഇപ്പം നടക്കുന്നതും വരാൻ പോണതും ഒക്കെ ഋഷിമാർക്കറിയും. നാരദന് ഇതൊക്കെ അറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി എന്താ ഉണ്ടാവുക? വിഷ്ണു ഈ യാദവ കുലത്തിൽ വന്ന് ജനിക്കും. അന്ന് ദേവന്മാർ ശക്തന്മാരാവും, നിങ്ങൾ ദുർബലരും ആവും എന്ന് പറഞ്ഞു. ഇങ്ങനെ സംസാരിച്ച് കംസൻ്റെ മനസ്സിൽ നാരദർ ആശങ്ക അങ്ങോട്ട് ജനിപ്പിച്ചിട്ട് വന്ന വഴിക്ക് തന്നെ വേഗം പോവുകയും ചെയ്തു. ഒരു വിത്ത് അവിടെ ഇട്ടുപോയി, വിഷവിത്ത്. കംസൻ ക്രോധത്തോടെ എഴുന്നേറ്റ് ചെന്ന് ദേവകിയെയും വസുദേവരെയും കാരാഗൃഹത്തിലാണ്ട് അടച്ചു. കുട്ടിയെ കാലിൽ പിടിച്ച് തല കരിങ്കല്ലിലാണ്ട് അടിച്ച് തകർത്ത് കൊന്നു. രക്തവും തലച്ചോറും 8 ദിക്കിലുമാക്കി അങ്ങോട്ട് ചിതറി. പൊട്ടിയൊലിക്കുന്ന ശരീരം അമ്മയ്ക്ക് സമ്മാനിക്കുകയും ചെയ്തു. പിന്നീടുണ്ടായ പുത്രന്മാരെ എല്ലാം അന്നന്ന് തന്നെ ഇങ്ങനെ കൊന്ന് ദുഷ്ടന്മാരുടെ പ്രവൃത്തികൾ അരുതെന്ന് പറയാൻ ആർക്കും കഴിയില്ലല്ലോ. അന്തപുരത്തിലെ ഓരോന്ന് ഓർത്തുകൊണ്ടിരിക്കെ കംസൻ തൻ്റെ പൂർവജന്മ ചരിത്രങ്ങളൊന്ന് സ്മരിച്ചു. താൻ ആരായിരുന്നെന്നും ഇപ്പം എന്താണെന്നും എന്താണിങ്ങനെ സംഭവിക്കാൻ കാരണം എന്നൊക്കെ ഇങ്ങനെ സ്മരിച്ചു കൊണ്ടിരുന്നു. ആദ്യം ദൈത്യനായ കാലനേമിയായിരുന്നു ഈ കംസൻ. അന്ന് നാരായണൻ എന്നെ വധിച്ചു. ഇപ്പോഴോ എന്നെ വധിക്കാൻ നാരായണൻ അവതരിക്കും എന്നും കേൾക്കണു. ആ കൈകൊണ്ട് മരിച്ചാലോ മോക്ഷം ഉറപ്പാ. സജ്ജനങ്ങളെ കൂടുതലായി ഉപദ്രവിച്ചാലേ എത്രയും വേഗം മോക്ഷം ലഭിക്കൂ. ഇങ്ങനെ ചിന്തിച്ച് കംസൻ ദേവാംശവുമുള്ള എല്ലാവരെയും ക്രൂരായിട്ടാണ് ഉപദ്രവിക്കാൻ തുടങ്ങി. നാട്ടിൽ നിൽക്കാൻ നിവൃത്തിയില്ലാതെ പലരും വിദർഭം, നിഷധം മുതലായ രാജ്യങ്ങളിൽ ചെന്ന് അഭയം തേടി. പ്രാണനാണല്ലോ ഏറ്റവും വലുത്. ഇപ്പം പ്രാണരക്ഷ തേടി അടുത്ത രാജ്യങ്ങളിലേക്കൊക്കെ പോയി. 6 മക്കളെയും കംസൻ ഇങ്ങനെ തല തച്ചു കൊന്നു. അത് കഴിഞ്ഞപ്പോൾ 7ാമതായി ആദിശേഷൻ ഉടലെടുത്തു. ഇതിനിടെ വിഷ്ണു ലക്ഷ്മി ദേവിയോട് പറഞ്ഞു, ധർമ്മ സംരക്ഷണത്തിന് അവതരിക്കേണ്ട സമയം അടുത്തിരിക്കണേ. എല്ലാറ്റിനും ഒരു കാലമുണ്ട്. അപ്പോൾ അതിൻ്റെ ധർമ്മം രക്ഷിക്കേണ്ട സമയം അടുത്തു. അതുകൊണ്ട് തന്നെ എന്ത് വേണം? ദേവകിയുടെ ഗർഭസ്ഥ ശിശുവിനെ രോഹിണിയിലേക്ക് അങ്ങോട്ട് മാറ്റണം. അതിനുശേഷം ഞാൻ എൻ്റെ തേജസ്സിൻ്റെ അംശം കൊണ്ട് ദേവകിയിൽ ജന്മമെടുക്കാം. എന്നെ സഹായിക്കാൻ വേണ്ടി ദേവിയും യശോദയിലെ ആ സമയത്ത് തന്നെ ജന്മെടുക്കണം. അംബിക, നാരായണി, ഗൗരി എന്നിങ്ങനെ പല പേരിൽ നീ സ്തുതിക്കപ്പെടും. അവർക്ക് ആപത്തില്ലാതെയാക്കലും, അല്ലേ? അവരെക്കൊക്കെ ആപത്തില്ലാതെയാക്കിയാലും സംഘർഷണം എന്ന പേരോടുകൂടിയ അവൻ, ബലരാമൻ, ബലഭദ്രൻ എന്നീ പേരുകളിൽ അറിയപ്പെടും. മായ ദേവകി ഗർഭത്തെ രോഹിണിയിലേക്ക് മാറ്റി. ശുദ്ധനായ അഖിലേശ്വരൻ ദേവകിയിലെ ഗർഭസ്ഥ ശിശുവായി ഗർഭത്തിൽ വന്നു. ബന്ധനത്തിലായതിനാൽ ദേവകി അത്ര ശോഭിച്ചിരുന്നില്ല. കൈക്കൊണ്ടുറച്ച വിളക്ക് പോലെ, പറഞ്ഞു കൊടുക്കാത്ത വിദ്യ പോലെ ഒരുങ്ങിയിരുന്നു അവളിലെ കാന്തി. എന്നാൽ കംസൻ തൻ്റെ സഹോദരിയെ കണ്ടപ്പോൾ അവക്ക് നല്ല ശോഭയുള്ളതായി തോന്നി. തന്നെ നശിപ്പിക്കാൻ വേണ്ടി എന്താണ്ടായത്? നാരായണൻ തന്നെ വന്നതായിരിക്കുമോ എന്നവൾ ശങ്കിച്ചു. ദേവകിയെ കൊന്നുകളഞ്ഞാലോ? സ്ത്രീവധം നരക കാരണമാണ്. കുട്ടി ജനിച്ചാൽ ഉടനെ കൊന്നുകളയാമെന്ന് വിചാരിച്ചു. പല ശങ്കകൾ മനസ്സിൽ വരികയാണേ. ഇങ്ങനെ സദാസമയം വിഷ്ണുവിനെ തന്നെ ഭയത്തോടു കൂടി ചിന്തിച്ചു കൊണ്ടിരുന്നു.
പലതരത്തിലാണ് ഭക്തി അല്ലേ? പ്രേമഭക്തി, ഭയഭക്തി. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടായത്? കംസന് ഭയഭക്തിയാണ് ഉണ്ടായത്. അപ്പോൾ വിഷ്ണുവിനെ തന്നെ എപ്പോഴാണ് തൻ്റെ കാലനായി വരിക എന്നറിയില്ലല്ലോ. അങ്ങനെ വിഷ്ണുവിനെ തന്നെ ഭയത്തോടുകൂടി ചിന്തിച്ചു കൊണ്ടിരുന്നു കംസൻ. ഗർഭം പൂർണ്ണമായി ദേവകി പ്രസവിച്ചു. ദേവന്മാരും യക്ഷകിന്നരാദികളും എല്ലാം ആകാശമാർഗത്തിൽ വന്ന് പുഷ്പവൃഷ്ടി നടത്തി സ്തുതിച്ച് തുടങ്ങി. നിത്യനും നിർമ്മലനും വേദാന്തവേദ്യനും സ്വപ്രകാശരൂപനുമായ അങ്ങ് എപ്പോഴും ഉള്ളിൽ പ്രകാശിക്കണേ. സത്യതൽപരനായ അങ്ങല്ലാതെ ആരാണ് ഈ ലോകത്തിൽ പരിപാലനത്തിനുള്ളത്? സ്വന്തം അന്ധകരണത്തിലെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങയ്ക്ക് എന്നും നമസ്കാരം. ഞങ്ങൾക്കെന്നും ഉയർച്ചയുണ്ടാകണമേ. അങ്ങ് സൃഷ്ടിച്ച ഈ ലോകത്തെ ഒരു വൃക്ഷമായി കാണുന്നു. 2 ഫലങ്ങളാണ് അതിനുള്ളത്. 3 മൂലങ്ങൾ, 4 രസങ്ങൾ, 5 ശാഖകൾ. പിന്നെയോ ആരാധന എന്നെന്താണ്? 6 ആധാരങ്ങൾ എന്ന് പറയുന്നു. 4 രസങ്ങളും 5 ശാഖകളും 6 ആധാരങ്ങളും 7 ത്വക്ക്, 8 ശിഖ, 9 ദ്വാരങ്ങൾ, 10 ഇലകൾ. ഇതിൻ്റെ മുകളിൽ 2 പക്ഷികളുണ്ട്. ജ്ഞാനമാകുന്ന മഴുകൊണ്ട് ആത്മജ്ഞാനികൾ ഇതിനെ വേർതിരിച്ച് അറിയുന്നു. മൂർച്ചയേറിയ മഴുകൊണ്ട് ധ്യാനികളാകുന്ന തക്ഷന്മാരെ മുറിക്കുന്നു. മായയിൽ മുഴുകിയവരെ അങ്ങയെ പല രൂപത്തിൽ കാണുന്നു. ഇതെല്ലാം അങ്ങയുടെ ഹരേ കൃഷ്ണ, ഇതെല്ലാം അങ്ങയുടെ മായാവിലാസങ്ങൾ ആണെന്ന് സാധാരണക്കാര് അറിയണില്ല. ദുഷ്ട സംഹാരത്തിന് വേഷങ്ങൾ മാറി മാറി സ്വീകരിക്കുമ്പോഴാണ് അവയെ വർണ്ണിച്ച് സജ്ജനങ്ങൾക്ക് സംസാര സാഗരത്തെ കടക്കാൻ കഴിയുന്നത്. അങ്ങയോടുള്ള ഭക്തിയാകുന്ന തോണി ആരും കൂടെ കൊണ്ടുപോകാറില്ല. അന്യർക്ക് ഉപകരിക്കാൻ വേണ്ടി അത് കടവിൽ തന്നെ സൂക്ഷിച്ചിരിക്കും. ആ കടവിനു നേരെ ചെല്ലാൻ അങ്ങയുടെ കൃപ ഒന്നുകൊണ്ട് മാത്രമേ കഴിയൂ. അങ്ങയുടെ കാരുണ്യം കിട്ടിയാലോ അവൻ അഹങ്കരിക്കും. അങ്ങയുടെ കാരുണ്യം കാണുമ്പോൾ എല്ലാം ഭവാനിൽ അർപ്പിച്ച് നിൽക്കുന്നവർക്ക് അനുഗ്രഹം കിട്ടും. വസുദേവപുത്രനായ അങ്ങ് അവതരിച്ച് നിന്റെ ലക്ഷണമൊത്ത കാലടികൾ കാണാൻ ത്രിലോകികൾക്ക് ഭാഗ്യമുണ്ടായി. ത്രിമൂർത്തികളുടെയും മത്സ്യാദികളുടെയും കപിലാദികളുടെയും എല്ലാം ആകാരം സ്വീകരിച്ച് പല ദുഷ്ടനിഗ്രഹങ്ങളും നടത്തിയിട്ടുള്ള അഭീഷ്ടദാതാവായ അങ്ങയ്ക്ക് വന്ദനം. ഞങ്ങളെ ധർമ്മത്തോടെ രക്ഷിച്ചു കൊള്ളണേ എന്ന് പ്രാർത്ഥിച്ചു. ലോകം മുഴുവൻ ഉള്ളിൽ വഹിക്കുന്ന പുരുഷോത്തമനെ തന്നിൽ ഉൾക്കൊണ്ട് ജനിപ്പിക്കാൻ തയ്യാറാവുന്ന ദേവകിയെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഈ തരത്തിൽ ഒരു പ്രജയെ ഉദരത്തിൽ വഹിക്കുന്ന അമ്മേ സൂക്ഷിക്കണേ. തൻ്റെ കാലൻ ജനിക്കും എന്നറിയാവുന്ന കംസൻ ഇവനെ കൊല്ലാൻ ശ്രമിക്കാതിരിക്കില്ല. ആ ശ്രമങ്ങൾ ഫലിക്കാതിരിക്കട്ടെ എന്ന് ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. ചിങ്ങമാസത്തിലെ കൃഷ്ണാഷ്ടമിയും ബ്രഹ്മാവ് ദേവതയായിട്ടുള്ള രോഹിണി നക്ഷത്രവും ഒരുമിച്ച് ചേർന്ന ദിവസം ആദിശേഷശായിയായ വിഷ്ണു വസുദേവപുത്രനായി ജനിച്ചു. ഗ്രഹങ്ങൾ എല്ലാം അവരവരുടെ ഏറ്റവും നല്ല സ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ചിരുന്നു. ഭൂമിയിലുള്ള പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും എല്ലാം അവരവരുടെ സന്തോഷം അവർക്കാവുന്ന രൂപത്തിൽ പ്രകടിപ്പിച്ച് ദുഷ്ടന്മാരുടെ മനസ്സ് അസ്വസ്ഥമാക്കി. ദേവന്മാരാണെങ്കിലോ പെരുമ്പറ മുഴക്കി
ദേവകിയുടെ പ്രസവം നടന്ന മുറി പൂർണ്ണ ചന്ദ്രനിഭമായി. വസുദേവര് വന്ന് നോക്കുമ്പോൾ കണ്ട രൂപം എന്താ അറിയോ? ഭക്തജനങ്ങളുടെ മനസ്സിന് ആനന്ദം കൊടുക്കുന്ന കിരീടം, ചാരുത വഴിയുന്ന ചാരുതയ വളരെയധികം വഴിയുന്ന കേശം, അത്രയും ഭംഗിയുണ്ടേ. വണ്ടിൻ നിര പോലെയുള്ള കുറുനിരകൾ അങ്ങനെ നെറ്റിയിലേക്ക് വീണ് കിടക്കണു. ചന്ദ്രക്കല പോലെ ശോഭിക്കുന്ന തിരുനെറ്റിയിലെ ആ ഗോരോചന പൊട്ട്, ലോകരക്ഷ ലക്ഷ്യമാക്കിയിരിക്കുന്ന പുരികക്കൊടികള്, കാരുണ്യം വഴിയുന്ന താമര ഇതൾ പോലെയുള്ള നേത്രങ്ങള്, അവയിലെ നിഷ്കളങ്കമായ നോട്ടം, പുഞ്ചിരിയോടുകൂടിയ ദന്തനിര കൊണ്ട് ശോഭിക്കുന്ന മുഖം, ശംഖചക്രഗദാ പങ്കജങ്ങളോടുകൂടിയ 4 തൃക്കൈകള്, ശ്രീവത്സം കൗസ്തുഭം, ബ്രഹ്മാണ്ടം മുഴുവൻ ഉൾക്കൊള്ളുന്ന ഉദരത്തിലെ രോമാവലി, ബ്രഹ്മാവിൻ്റെ ഇരിപ്പിടമായ താമര, മഞ്ഞപ്പട്ട്, മോക്ഷദമായ പാദപങ്കജം എല്ലാം ചേർന്ന് കൃഷ്ണവർണ്ണത്തോടുകൂടിയ ആ രൂപം വസുദേവര് കണ്ടു. വിഷ്ണു രൂപം കണ്ട് സ്തുതിച്ച് വസുദേവൻ പറഞ്ഞു, ലോകകാരണനായ അങ്ങയെ കാണാൻ കഴിഞ്ഞതിനാൽ ഞാൻ ഭാഗ്യവാനായി. നിന്റെ മായാവൈഭവം ആർക്കും മനസ്സിലാവില്ല. എന്നാൽ മായയിൽ മറഞ്ഞു നിന്ന് നീ എല്ലാം അവളെ കൊണ്ട് ചെയ്യിക്കണു. വ്യത്യസ്തമായ കൂടങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന അല്ലേ, കുടത്തിൽ മുഴുവൻ നിറഞ്ഞിരിക്കും പലതരത്തിലുള്ള വെള്ളം. ഒരേ സമുദ്രത്തിലേതാണെന്നത് പോലെ രാജസത്തിൽ നിന്നുണ്ടായ ബ്രഹ്മാവ് സൃഷ്ടി ചെയ്യണു. താമസത്തിൽ നിന്നുണ്ടായ ശിവനോ അതിനെ സംഹരിക്കുന്നു. സാത്വികനായി വിശ്വംഭരൻ അതിനെയൊക്കെ പരിപാലിക്കുകയും ചെയ്യുന്നു. അതെല്ലാം അങ്ങ് തന്നെയാണ്. സൃഷ്ടി സ്ഥിതി സംഹാരം അല്ലേ? ബ്രഹ്മാവ് സൃഷ്ടിക്കണു, വിഷ്ണു സംരക്ഷിക്കണു, ശിവൻ സംഹരിക്കണു. അങ്ങനെ ബ്രഹ്മാണ്ടത്തിന് മുഴുവൻ ആധാരഭൂതനായ അങ്ങ് കാലദേശങ്ങളാൽ സംഭവിച്ചിട്ടുള്ള കാലുഷ്യം തീർത്തു തരാൻ ഇവിടെ അവതരിച്ചിരിക്കുന്നു. ബന്ധുമിത്രാദികളെ ഉൾക്കൊള്ളുന്ന ഈ ലോകത്തെ ജനിച്ചും മരിച്ചും വലയുന്ന എന്നെ ആ തൃപ്പാദങ്ങളിൽ നിന്ന് ഇളകാതെ നിൽക്കാൻ അനുഗ്രഹിക്കണേ. യോഗീന്ദ്രന്മാർക്ക് പോലും കാണാൻ കഴിയാത്ത രൂപം എനിക്ക് കാണിച്ചു തന്നത് അങ്ങയുടെ കരുണ കൊണ്ട് തന്നെയാണ് അല്ലേ? ദർശനം ദുർലഭം അല്ലേ? അതാണ് പറയണത്. അത്രയും പുണ്യവാന്മാർക്ക്, അത്രയും സുഹൃതികൾക്ക് മാത്രമേ ഭഗവാന്റെ രൂപം കാണാൻ കഴിയൂ. നിന്റെ മായയ്ക്ക് വശം വദനം ആകാതെ ഒന്നും ഇവിടെ ഇല്ല അല്ലേ? എല്ലാം മായയാണല്ലോ. അതിന് വശംവദമാകാത്തത് ഒന്നും തന്നെ ഈ ലോകത്തിലില്ല. എൻ്റെ പുത്രനായി വന്ന് തന്നെ കൊല്ലുമെന്ന ഭയത്താൽ കംസൻ നിന്റെ 6 ജ്യേഷ്ഠന്മാരെ കൊന്നു. ഞങ്ങളെ കാരാഗൃഹത്തിൽ അടച്ചു. എൻ്റെ 6 പുത്രന്മാരെയും കൊല ചെയ്ത കംസൻ ഭഗവാനെ നിന്നെയും കൊല്ലാൻ വരുമല്ലോ. അങ്ങയുടെ ഭയമില്ലെങ്കിലും അല്ലേ? അങ്ങയ്ക്ക് ഭയമില്ല എന്ന് ഭഗവാൻ എന്ത് ഭയ? അങ്ങയ്ക്ക് ഭയമില്ല എങ്കിലും ഈ കാര്യം അങ്ങയുടെ മനസ്സിലുണ്ടാവണം എന്നൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസുദേവര്. വസുദേവൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് ഇരിക്കുമ്പോൾ ചങ്ങലയുമായി വന്ന് ദേവകി തൻ്റെ മകനായി അവതരിച്ച വിഷ്ണുവിനെ കണ്ടു. എന്നിട്ടിങ്ങനെ പറഞ്ഞു, അവ്യക്തവും ആദിമധ്യാന്തങ്ങളില്ലാത്തതും ജ്ഞാനസ്വരൂപവും പ്രകാശാത്മകവും ഭാവനയ്ക്ക് പോലും ചെന്നെത്താൻ കഴിയാത്തതുമായ പാവന പുരാതന വസ്തുതത്വാർത്ഥം എൻ്റെ ഗർഭത്തിൽ അവതരിച്ചിരിക്കുന്നു. ഭൂതങ്ങളെല്ലാം അങ്ങാണെന്നാണ് അറിവുള്ളവരൊക്കെ പറയണത്. അങ്ങയെ ഉള്ളിൽ ധ്യാനിക്കാൻ കഴിയാത്തവരോ മരണത്തെ ഭയപ്പെടുന്നു. ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ കെൽപ്പുള്ള അങ്ങ്
ഭോജരാജാവിൻ്റെ പിടിയിൽപ്പെട്ടുഴലുന്ന ഞങ്ങളെയും രക്ഷിക്കണേ. എപ്പോഴാണ് രാജാവ് ഇങ്ങോട്ട് എത്തുകയെന്ന് അറിയില്ല. ഭയപ്പെട്ടാണ് ഞങ്ങളിവിടെ കഴിയണത്. ധൈര്യമില്ലായ്മ കൊണ്ടും കർമ്മവാസന കൊണ്ടും അബലയായതുകൊണ്ടും പറഞ്ഞു പോവുകയാണേ ഭഗവാനെ എന്ന് പറയുകയാണ് ദേവകി. അങ്ങയുടെ ഈ വിശ്വരൂപം മൂഢന്മാർക്ക് കാണിച്ചു കൊടുക്കരുതേ, അവരെ പരിഹസിച്ചു ചിരിക്കും എന്നാണ് ദേവകി പറഞ്ഞത്. അച്ഛനെയും അമ്മയെയും ഒരുമിച്ച് നോക്കി ചിരിച്ചു ഭഗവാൻ. എന്നിട്ട് ജഗന്മയൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് മകനായി പിറന്നതിൻ്റെ ഒരു കാരണം പറയാം. എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാവും, ഒരു കാര്യം ഉണ്ടാവാനേ. അതാണ് ഭഗവാൻ പറഞ്ഞത്. സ്വയംഭുവ മനുവിൻ്റെ കാലത്ത് സുതപസ് എന്ന പ്രജാപതി കൃഷ്ണി എന്ന പത്നിയോടൊപ്പം മഞ്ഞും വെയിലും മഴയൊക്കെ സഹിച്ചും കൊണ്ട് ഉണങ്ങിയ ഇല മാത്രം ഭക്ഷിച്ച് 12,000 സംവത്സരങ്ങൾ എന്നെ മാത്രം ധ്യാനിച്ച് തപസ് ചെയ്തു. അന്ന് നിങ്ങൾ ആഗ്രഹിച്ച രൂപത്തിൽ ഞാൻ പ്രത്യക്ഷപ്പെട്ടു. നീ ഞങ്ങൾക്ക് മകനായി ജനിക്കണം എന്നാണ് അന്ന് അങ്ങ് വരം വാങ്ങിയത്. അടുത്ത മനുവിൻ്റെ കാലത്ത് സുതപസ് കശ്യപ പ്രജാപതിയും കൃഷ്ണി അതിഥിയും ആയി ജനിച്ചു. വാമനനായിട്ട് ഞാൻ അന്ന് നിങ്ങൾക്ക് മകനായി വന്നു. അതുപോലെ എല്ലാ ജന്മങ്ങളിലും ഞാൻ നിങ്ങൾക്ക് മകനായി ജനിച്ചു. നിങ്ങൾക്ക് മായയാൽ ഭ്രമം ഉണ്ടാവാതിരിക്കാനാണ് പൂർണ്ണരൂപം കാണിച്ചു തന്നത്. ഇനി ഞാനിതാ ബാലവേഷം സ്വീകരിക്കുന്നു. കുട്ടിയുടെ കരച്ചിൽ കേട്ട് കംസൻ വരുന്നതിന് മുമ്പ് എന്നെ അമ്പാടിയിലെ നന്ദഗോപരുടെ ഗൃഹത്തിലെത്തിക്കണം. അവിടെ ജനിച്ചിരിക്കണ പെൺകുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരികയും വേണം. വൈഷ്ണവരൂപം കൈകാൽ കുടഞ്ഞ് കരയാൻ തുടങ്ങി. യശോദയിൽ നിന്ന് ഈ സമയം മായയും ജനിച്ചിരുന്നു. കംസഭൃത്യന്മാർ ഇതൊന്നും അറിഞ്ഞതുമില്ല. അവരെല്ലാം ഗാഠനിദ്രയിലായിരുന്നു. വസുദേവരുടെ ബന്ധനം തന്നെ അങ്ങോട്ട് അഴിഞ്ഞു. അടഞ്ഞു കിടന്ന വാതിലുകളൊക്കെ തനിയെ അങ്ങോട്ട് തുറന്നു. കുട്ടിയെയും എടുത്തുകൊണ്ട് വസുദേവർ മെല്ലെ വാതിൽ കടന്ന് പുറത്തേക്ക് വന്നു. ആ സമയം കാർമേഘവും മിന്നലും മഴയും എല്ലാം കൂടി വഴി കാണിക്കാൻ വിളക്കും വാദ്യഘോഷങ്ങളൊക്കെ ആയി ആദിശേഷൻ തൻ്റെ ഫണങ്ങൾ ഉയർത്തി കൊട പിടിച്ചു. കുറഞ്ഞൊരു മഴച്ചാറ്റലുണ്ടേ, ഇടിമിന്നലാണ് വെളിച്ചായത്. അങ്ങനെ കാളിന്തി തീരത്തെത്തിയപ്പോൾ നദി കൂലം കുത്തി ഒഴുകുന്നു. ചിങ്ങമാസത്തിലാണേ, മഴക്കാലാണല്ലോ, 2 കരയും അങ്ങനെ കവിഞ്ഞൊഴുകുകയാണ് കാളിന്തി നദി. അവിടെ നിന്ന് വഴി ചോദിച്ചു. നദിയുടെ നടുവിലൂടെ ഒരു വഴി തെളിഞ്ഞു വന്നു. അവിടെ നിന്ന് യമുനയും കടന്ന് അമ്പാടിയിൽ എത്തി വസുദേവർ. അവിടെയും വാതിലുകൾ തുറന്ന് തന്നെ കിടക്കുകയാണ്. തൻ്റെ കയ്യിലിരുന്ന ഉണ്ണിയെ യശോദയുടെ അരികിൽ കിടത്തി അവിടെ ഉണ്ടായിരുന്ന പെൺകുഞ്ഞിനെയും എടുത്തുകൊണ്ട് വസുദേവരെ തിരിച്ചു വന്നു. അങ്ങനെ കുട്ടിയെ എന്ത് ചെയ്തു? ഈ പെൺകുട്ടിയെ ദേവകിയുടെ അടുത്ത് അങ്ങോട്ട് കിടത്തി. പഴയ നിലയിൽ എല്ലാവരും ബന്ധനസ്ഥരായി, ചങ്ങലയിൽ ബന്ധനസ്ഥരായി, വാതിലുകളെല്ലാം താനെ അടഞ്ഞു. അങ്ങനെ വസുദേവർ ഉറക്കത്തിലായി. പെട്ടെന്ന് കുട്ടിയുടെ കരച്ചിൽ കേട്ട് ഉറങ്ങിക്കിടന്നവരൊക്കെ ഉണർന്നു. പറഞ്ഞു, ദേവകി പ്രസവിച്ചിരിക്കണു. ആ വിവരം കംസനെ അറിയിക്കാൻ ഓരോരുത്തരും വെമ്പലോടെ, ആരാണ് ആദ്യം ചെന്ന് പറയേണ്ടതെന്നറിയില്ല. 8ാമത്തെ പുത്രൻ ആണ് തന്നെ വധിക്കുന്നല്ലേ പറഞ്ഞത്. കംസൻ്റെ അടുത്തേക്ക് ഓരോരുത്തരും ഓടിയെത്തി. അങ്ങനെ കംസനോട് വിവരം പറഞ്ഞു. കംസൻ ഉടൻ തന്നെ വാളുമായി എത്തി. ദേവകി
കുട്ടിയെ മാറോടണച്ച് കരയുന്ന കുട്ടിയെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് കെഞ്ചി പറഞ്ഞു, എൻ്റെ ആൺകുട്ടികളെയൊക്കെ എല്ലാവരെയും അങ്ങ് കൊന്നില്ലേ? ഇതൊരു പെൺകുഞ്ഞാണ്, ഇതിനെ കൊല്ലരുതേ. ഞാനിനി പ്രസവിക്കൂല്ല. എൻ്റെ ഈ പെൺകുട്ടിയെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ദോഷവും വരില്ല എന്ന് പറഞ്ഞു. കരഞ്ഞ് ജ്യേഷ്ഠൻ്റെ കാൽ പിടിച്ചപേക്ഷിച്ചു. സഹോദരിയെ തീരെ കംസൻ ഗവനിച്ചില്ല. വേഗം ദേവകിയുടെ കയ്യിൽ നിന്നും കുട്ടിയെ അങ്ങോട്ട് തട്ടിപ്പറിച്ചെടുത്ത് കല്ലിൽ തല അടിച്ച് കൊല്ലാൻ വേണ്ടി ഉയർത്തി പിടിച്ചു. ഉടനെ കയ്യിൽ നിന്ന് തെന്നി മുകളിലേക്ക് ആ കുട്ടി അങ്ങോട്ട് പോയി. 4ൽ കൂടുതൽ കൈകളും അമ്പ്, വാള് മുതലായ ആയുധങ്ങളുമായി നിന്ന ആകാശത്തിൽ നിൽപ്പുറപ്പിച്ച അവളെ കണ്ട് കംസൻ അങ്ങോട്ട് പേടിച്ചു വിറച്ചു. തൻ്റെ കയ്യിലിരുന്ന ചെറിയൊരു പെൺകുട്ടി ആകാശത്ത് എത്തിയപ്പോൾ എന്തായി? 4 കൈകൾ. ആ 4 കൈകളിലും അമ്പും വാളും വില്ലും ആയിട്ട് ആയുധധാരിയായ സാക്ഷാൽ ഭഗവതിയെയാണ് കംസൻ കണ്ടത്. ഇത് കണ്ടോടുകൂടി കംസൻ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. ഭഗവതി പറഞ്ഞു, നീ എന്തിനാണ് എന്നെ കൊല്ലാൻ ശ്രമിക്കണത്? ഞാൻ നിനക്കൊരു ദ്രോഹവും ചെയ്തില്ലല്ലോ കംസ. ലോകത്തെ രക്ഷിക്കുകയാണ് എൻ്റെ ധർമ്മം. നിന്റെ നാശത്തിന് കാരണമായിട്ട് നാരായണൻ അവതരിച്ചിട്ടുണ്ട്. അത് മുടക്കാൻ ആകാവുന്നതെല്ലാം നീ ചെയ്തോളൂ. ഇതുവരെ ചെയ്തതും അങ്ങനെയാണല്ലോ, എല്ലാവരെയും വധിക്കുകയല്ലേ ചെയ്തത്. ദേവിയെ കണ്ട് ദേവതകളെല്ലാം സ്തുതിക്കാൻ തുടങ്ങി. അവരെ ദേവി അനുഗ്രഹിച്ചു. 12 പേരുകളിൽ ഓരോരോ വേഷങ്ങളിൽ സേവിക്കുന്നവർക്ക് ആപത്ത് ഒഴിവാക്കാൻ ദേവി ഭൂമിയിൽ വാണു. ദേവിയുടെ വാക്കുകേട്ട് താൻ ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച് ഓർത്ത് ഭയം പൂണ്ട കംസൻ ഉടൻ എന്താ ചെയ്തത് അറിയോ? സഹോദരിയെ ബന്ധനസ്ഥൽ നിന്നും അഴിച്ചുവിട്ടു, വസുദേവരെയും. എന്നിട്ട് പറഞ്ഞു, ഞാൻ എന്തെല്ലാമോ ദുഷ്കർമ്മങ്ങൾ നിങ്ങളോട് ചെയ്തിട്ടുണ്ട്. 6 പുത്രന്മാരെ അടിച്ചു കൊന്നു. കണ്ടാൽ കണ്ണ് കഴുകേണ്ടി വരുന്ന അത്ര ദുഷ്ടനാണ് ഞാൻ. നിന്നെ വിവാഹം ചെയ്തുകൊണ്ട് പോരുമ്പോൾ കേട്ട അശരീരി സത്യമാവുന്നാണ് ഞാൻ കരുതിയത്. ഞാനിതൊക്കെ ചെയ്യാൻ കാരണവും ആ അശരീരി കൊണ്ടാണ്. എന്നാലോ എല്ലാം കർമ്മഫലമായിട്ടാണ് ഇപ്പം തോന്നുന്നത്. ലോകം കാത്തുരക്ഷിക്കുന്ന അനാഥർക്ക് പോലും കർമ്മഫലത്തിൽ നിന്ന് മോചനമില്ല. അങ്ങനെ എല്ലാം നമ്മൾ ചെയ്യുന്ന എന്തെല്ലാം കർമ്മമുണ്ടോ ആ കർമ്മമൊക്കെ നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ. കാത്തുരക്ഷിക്കുന്ന നാഥന്മാരായിട്ടുള്ളവരുണ്ടല്ലോ, ഈ നാഥന്മാർക്ക് പോലും കർമ്മഫലത്തിൽ നിന്ന് മോചനം ഉണ്ടാവില്ല. നിന്റെ പുത്രന്മാർ എൻ്റെ കൈകൊണ്ട് മരിക്കണം എന്നുള്ളതാണ് വിഹിതാണ് അല്ലേ? വിധി ആർക്കും തടുക്കാൻ പറ്റില്ല. അത് അനുഭവിച്ച് തന്നെ തീർക്കണം. അപ്പോൾ ഈ പുത്രന്മാരെ കൊല്ലാനുള്ളത് മുൻജന്മം ചെയ്ത അത് പാപത്തിൻ്റെ ഫലമായിരിക്കാം. അങ്ങനെയാണ്. എൻ്റെ കൈകൊണ്ടാവും. ഓരോരുത്തർക്കും ഓരോ നിയോഗം ഉണ്ടല്ലോ, അതുപോലെ തന്നെ വരണല്ലോ. അതുകൊണ്ട് സംഭവിച്ചതാവാം. വന്നുകൂടുന്നത് അനുഭവിക്കുക തന്നെ വേണ്ടേ? എന്നോട് ക്ഷമിക്കൂ എന്ന് സഹോദരിയോട് ക്ഷമാപണം ചെയ്തു കംസൻ. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കാലിൽ വീണ് കരയുന്ന കംസനെ വസുദേവൻ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, മഹാരാജാവായ അങ്ങ് പറഞ്ഞത് സത്യമാണ്. എന്താ കാരണം? ഞാനെന്നോ നീയെന്നോ ഭേദമില്ല, അതാണ് പറഞ്ഞത്. അങ്ങനെ ദേവകിയും കംസനോട് തോന്നിയ വിദ്വേഷമൊക്കെ ഉള്ളിലൊതുക്കി. അങ്ങനെ കംസൻ തിരിച്ച് കൊട്ടാരത്തിൽ ചെന്ന് രാജ്യകാര്യങ്ങളിലൊക്കെ മുഴുകി സുഖമായി രാജ്യം ഭരിച്ചു. ഇന്നത്തെ കഥ അടുത്ത പ്രാവശ്യം നമുക്ക് ഒരു കഥയിൽ കൂടി പറയാൻ ശ്രമിക്കാം.
അപ്പോൾ നമുക്ക് ഈ കഥ ഇവിടെ അവസാനിപ്പിക്കാം. ശ്രീകൃഷ്ണാവതാരം കേൾക്കുന്ന ഓരോ ഭക്തർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആദൗ ദേവകി ദേവി ഗർഭജനനം ഗോപീഗൃഹേ വർദ്ധനം മായാപൂതന ജീവിതാപഹരണം ഗോവർദ്ധനോദ്ധാരണം കംസച്ഛേദന കൗരവാദിഹരണം കുന്ദീസുതാപാലനം ഏവം ഭാഗവതം പുരാണകഥിതം ശ്രീകൃഷ്ണലീലാമൃതം കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ തഥാ കുരുഷ്യ ദേവേശ നാഥസ്ത്വം നോ യത്പ്രഭോ നാമ സങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമനസ്തം നമാമി ഹരിം പരം നിഗമകൽപം തരോഗളിതം ഫലം ശുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികം ഭുവി ഭാവുകാ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. പരമജഗൽപ്രഭോ പരബ്രഹ്മമേ പോറ്റി ജനന മരണാദി സംസാരാർണവേ നിന്നു തരണം ചെയ്തിടുവാൻ കരുണയരുളുക. കായേന വാചാ മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിൽ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം.